തീമോഥെയോസ് 6-ാം അധ്യായം 12-ാം വാക്യവും 1-ാം അധ്യായം 18-ാം വാക്യവും ഇതിൽ നിന്ന് ഞാൻ വായിക്കാം. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ഈ 2 വാക്യത്തിലും ഒരു പ്രയോഗം എടുത്തു പറയുന്നു, വിശ്വാസത്താലാണ് യുദ്ധം ചെയ്യേണ്ടത്. ആമേൻ. ഒരു അമ്മച്ചി മീറ്റിംഗിന് ഇറങ്ങി, കൺവെൻഷന് പോവുക. ഇറങ്ങിയ വശം കാർമേഘം കണ്ടു. കണ്ടപ്പോൾ അമ്മച്ചി പറഞ്ഞു, അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ ഒരു തുള്ളി പെയ്തേക്ക് എടുക്കുക. അമ്മച്ചിക്ക് അത് ബലമായി. അകത്ത് കയറി മക്കളോട് പറഞ്ഞു, മക്കളെ ഒരു തുള്ളി മഴ പെയ്യുകയില്ല, എല്ലാം ഇറങ്ങി വേഗം ഞാൻ കൽപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് ഡ്രസ് മാറി ഇറങ്ങി. അമ്മച്ചി നല്ല ഗൗരവമുള്ള ഒരു സൗകര്യമുള്ള ഒരു അമ്മച്ചിയാണ്. അവസാനത്തെ മോൻ ഇറങ്ങുമ്പോൾ അമ്മച്ചി പറഞ്ഞു, എങ്കിലും ഒരു കൊട കയ്യിൽ പിടിച്ചോളാം. എത്ര പേർക്ക് അത് മനസ്സിലായി? ഒരു തുള്ളി മഴ പെയ്യയില്ല, എങ്കിലും ഒരു കൊട. ചിലർ ഇരിപ്പ് കണ്ടിട്ട് അമ്മച്ചിയുടെ മക്കളായിട്ടോ അനുജന്മാരായിട്ടോ അനുജത്തിമാരായിട്ടോ തോന്നുന്നുണ്ട്. ഞാൻ നിങ്ങളെ കുറിച്ച് ഒരു കുറ്റം പറയുന്നില്ല, നിങ്ങളുടെ കാര്യവും അല്ലല്ലോ, ചിലരുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞോളൂ. അല്ലേ? അപ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസമില്ലാത്ത ഒരു യുദ്ധക്കളരിയാണ് ഉള്ളത്. പലപ്പോഴും അത് പ്രത്യക്ഷമാകാറുണ്ട്, പ്രദർശനശാലയായി തീരാറുണ്ട്. ഇന്ന് രാത്രി നമുക്ക് നേരെ തിരിച്ചു വരണം. വിശ്വാസത്തിന്റെ യുദ്ധമാണ്. ആമേൻ. ഞാൻ അത് അല്പം ഒന്ന് നിങ്ങളുടെ അകത്ത് ഒന്ന് കൊണ്ടുവരുവാനായി താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഒന്ന് വരണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. നമുക്കൊന്ന് വായിക്കാം. ആ വാക്യം വായിച്ചൊരു അവിശ്വാസം നിഷേധാത്മകമാണ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതിനെ വലിയ ചിന്തകൾ കൊടുത്തിരിക്കുന്ന ചില ഭാഗങ്ങൾ ഞാൻ പറയുന്നു. വിശ്വാസം മനഃപൂർവ്വമല്ലാതെ നിഷേധിക്കുന്ന പ്രവർത്തിക്കാണ് അവിശ്വാസം എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വാസം മനഃപൂർവ്വമല്ലാതെ നിഷേധിക്കുന്ന പ്രവൃത്തി. ഒന്നോടെ പറഞ്ഞേ. അങ്ങനെ നമ്മിൽ നിന്ന് വന്നാൽ അതും അവിശ്വാസമാണ്. പോരാ, നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകാം. അവിശ്വാസം രഹസ്യാത്മകമാണ്, മിസ്റ്റീരിയസ് ആറ്റിറ്റ്യൂഡാണ്. അയാൾ മനസ്സിലാക്കുന്നത് അവിശ്വാസമായി പോയി എന്ന് അയാൾ വിചാരിക്കുന്നില്ല. സ്വതന്ത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? അയാൾ സത്യത്തിൽ എന്ത് വിചാരിക്കുന്നില്ല. അദ്ദേഹം മനസ്സിലാക്കുന്ന കാര്യം അവിശ്വാസമായി പോയതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴും അത് അവിശ്വാസത്തിന്റെ മേഖലയാണ്. അല്പം കൂടെ നോക്കൂ നിങ്ങൾ. അവിശ്വാസം ഭാവാത്മകമാണ്. അറിഞ്ഞിട്ടും വിശ്വസിക്കാനാകാത്ത പ്രവർത്തികൾ പുറത്തു കൊണ്ടുവരിക. കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏറ്റവും പുറകിലിരിക്കുന്ന പ്രദേശത്ത് കാണാമോ സിസ്റ്റേഴ്സ്? നമ്മുടെ ജീവിതത്തിൽ മനഃപൂർവ്വമല്ലാതെ നിഷേധിക്കുന്ന പല കാര്യങ്ങളുണ്ട്, മനഃപൂർവ്വമായി നിഷേധിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം നമ്മെ എങ്ങോട്ട് നയിക്കുന്നു? അവിശ്വാസത്തിലേക്ക് നയിക്കുന്നു. ഇനി അല്പം കൂടെ മുമ്പോട്ട് പോകാം. ഇതിനെക്കുറിച്ച് ഉന്നതർ പറഞ്ഞതായ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഒന്ന് കൊണ്ടുവരാം. വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വായിക്കാം. ദൈവത്തോടുള്ള വ്യക്തിഗതമായ ഉദ്യുക്തതയാണ് വിശ്വാസം. സത്യത്തോടുള്ള നമ്മുടെ മനസ്സിന്റെ സമ്മതമാണത്. സ്വതന്ത്രം. സത്യത്തോടുള്ള നമ്മുടെ മനസ്സിന്റെ സമ്മതമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് ഡോക്ടർ ജോസഫ് കൊയ്ക്കാക്കുട്ടി പറയുന്നു. നല്ലൊരു പേരാണ് അല്ലേ? പ്രൈസ് ഗോഡ്. 2, സെന്റ് തോമസ് അക്വീനാസ് പറയുന്നത് faith is an intellectual action towards divine truth. ദൈവിക സത്യത്തിലേക്ക് ബുദ്ധിയുടെ പ്രവർത്തനമാണ് വിശ്വാസം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. 2-ാം വത്തിക്കാൻ സിനോദോസ് എഴുതിയിരിക്കുന്ന വിശ്വാസത്തിന്റെ രേഖ ഞാനത് വായിച്ചു കേൾപ്പിക്കുന്ന നല്ലതാണ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ? ബുദ്ധിമുട്ടുണ്ടോ? വിശ്വാസം ഒരു സ്വതന്ത്ര പ്രവൃത്തിയാണ്. മാമോദീസ സ്വീകരിക്കാത്ത വ്യക്തിയാണ് അവിശ്വാസം. എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വിശ്വാസികൾ ഇരിപ്പുണ്ട്? അപ്പൊ നിങ്ങൾ എവിടേക്ക് വരണം?
വിശ്വാസത്തിലേക്ക് വരണം. മാമോദീസ സ്വീകരിക്കാത്ത, ബൈബിൾ പ്രമാണം അനുസരിച്ചും അദ്ദേഹത്തെ ഒരർത്ഥത്തിൽ അവിശ്വാസി എന്ന് നമുക്ക് വിളിക്കാൻ കഴിയും. ആമേൻ. കാരണം ഞാൻ പിന്നീട് പറയുന്നതാണ്, നമ്മൾ തെളിയിക്കാൻ പോകുന്നത് ബൈബിളിൽ നിന്ന്. അങ്ങനെയെങ്കിൽ മാമോദീസ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്വീകരിച്ചിരിക്കണം. ആമേൻ. ഇനി വിശ്വാസത്തിന്റെ അടിസ്ഥാനം ബൈബിൾ എന്ന് പറയുന്നു. ഞാൻ അല്പനേരം നിന്നാൽ നിങ്ങൾ എന്നോട് കൂടെ വരണം എന്ന് ഓർപ്പിക്കുകയാണ്. ഇതുവരെ ഞാൻ ഓടി, കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ്, അത് കൺസെപ്റ്റുകളാണ്. പക്ഷെ ഇനി കൺസെപ്റ്റ് പറയാനല്ല പോകുന്നത്, അകത്തേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. നിങ്ങളുടെ പേന വർക്ക് ചെയ്യണം, നിങ്ങളുടെ ഹൃദയം വർക്ക് ചെയ്യണം, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം. അല്ലേ? 1 കോടി ത്രിമാന പാറ്റേൺസ് തലച്ചോറിൽ കയറ്റി വെച്ചാൽ ഇനിയും ബാക്കി സ്ഥലമുണ്ടെന്നാണ് ഇന്നത്തെ ആധുനിക സയൻസ് പറയുന്നത്. 920 കോടി സിരകളുള്ള ഈ കൊച്ചു ബ്രെയിൻ്റെ അകത്ത് ഇനിയും ഗ്യാപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്വതന്ത്രം. നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടല്ലേ? ആധുനിക കമ്പ്യൂട്ടർ എടുക്കും നിങ്ങൾ. 100 കോടി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് കണക്ട് ചെയ്യുന്ന ആളുകൾ ഈ തലച്ചോറിനകത്ത് കയറ്റി വെച്ചാൽ പിന്നെയും കുഞ്ഞു മോനായാലും വലിയ തലച്ചോറാണെന്നാണ് പറയുന്നത്. ഇവിടെ കൊച്ചു മോനും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെയും തലച്ചോറ് കൊച്ചല്ല, വലുപ്പമുള്ളതാണെന്ന് ശാസ്ത്രം പറയുന്നത്. അല്ലേ? അപ്പൊ ഇതെല്ലാം നമ്മുടെ അകത്ത് കയറട്ടെ, കൺസെപ്റ്റുകളാണ്. എന്നാൽ ബൈബിൾ പറയുന്നത് കൺസെപ്റ്റിന്റെ കൂട്ടത്തിൽ കൂട്ടരുത്, ജീവിതത്തോട് അത് ഒട്ടി നിൽക്കാനിടയാണ്. ഒരു സ്തോത്രം പറയാം. നമുക്കെടുക്കാം കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. ദയവായി ആരെങ്കിലും ഒരാൾ വായിക്കൂ. കൊലോസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 12. ദയവായി വായിച്ചാട്ടെ. ഉയർത്തെഴുന്നേൽപ്പിച്ച വ്യാപാര ശക്തിയിലെ വിശ്വാസം. ഒന്ന് പറഞ്ഞേരും. ഉയർത്തെഴുന്നേൽപ്പിച്ച വ്യാപാര ശക്തിയിലെ വിശ്വാസം. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം നമ്പർ 1 റിസർവേഷൻ പവറാണ്. ആമേൻ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് ഞാൻ ഒരു വാക്ക് പറയുന്നു, നിങ്ങൾ എന്റെ കൂടെ വരിക. വലിയൊരു സമൂഹം ഇന്ന് ലോകത്തിലുണ്ട്. അവർ യേശു ക്രിസ്തുവിന്റെ മരണത്തെ വിശ്വസിക്കുന്നില്ല. അതിനൊരു വലിയ നേതാവ് പ്രസംഗിച്ച പ്രസംഗത്തിന് മറുപടി പറയാൻ എന്നെയാണ് ഇവിടുത്തെ ക്രൈസ്തവ ഗ്രൂപ്പിൽ ഒരു വലിയ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ചെന്നു. ഞങ്ങൾ തമ്മിൽ നേരിട്ട് പറയുകയാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു കുറിപ്പ് നിങ്ങൾക്ക് തരാം. യേശു ക്രിസ്തുവിനെ 3 മകനും ചേർന്നൊരു കൂട്ട് കൊണ്ട് കെട്ടി യേശു ക്രിസ്തു 3 ദിവസം കല്ലറയിൽ കിടന്നു. രോഗമൊക്കെ സൗഖ്യമായി. അങ്ങനെ മരിക്കാതെ പുറത്തു വന്നെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. സ്വതന്ത്രം. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാൻ അദ്ദേഹത്തിന് ചോദ്യം ചോദിച്ചു. 3 അകലും ചേർന്നൊരു കൂട്ട് ശീലയിൽ പരത്തി ഒരു ബോഡിയെ ചുറ്റിയാൽ, മമ്മിക്കകത്ത് വെക്കുന്ന അങ്ങനെയാണ്, അത് ചുറ്റിക്കഴിഞ്ഞാൽ 42 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ശാസ്ത്രീയമായി പറയാമോ എന്നാണ് ഒരു ചോദ്യം. മറുപടി അദ്ദേഹത്തിനില്ല. ഞാൻ അദ്ദേഹത്തിന് തെളിയിച്ചു കൊടുത്തു. 42 മണിക്കൂർ കഴിയുമ്പോൾ അത് കോൺക്രീറ്റ് ആകുകയാണ്. ആമേൻ. ആമേൻ. യേശു ക്രിസ്തു 72 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറത്തു വന്നത്. ഞാൻ തെളിയിക്കുന്നുണ്ട്. അത് ഭംഗിയായി തെളിയിച്ചു കൊടുത്തവർക്ക് 72 മണിക്കൂറും യേശു കല്ലറയിൽ ഉണ്ടായിരുന്നു. 72 മണിക്കൂർ കഴിഞ്ഞ് യേശു പുറത്തു വരുമ്പോൾ എങ്ങനെ വന്നു? ശീലകൾ അഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. പുനരുത്ഥാന ശക്തി എന്ന് പറഞ്ഞാൽ